తెల్ల తెల్లవారి వెలుగురే కళ പച്ച പച്ച പച്ചി മട്ടി പൊമ്മല. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കാൻ സാധ്യതയില്ല. പക്ഷേ അച്ഛ കുറച്ച് പൈസ വേണം അർജന്റാ, ജോലിക്കൊന്നും പോകാൻ വയ്യാത്തുമ്മല, ഗോവ പോകുവാൻ പ്ലാനില, ഇല്ലേൽ കയ്യില് ഇല്ലെങ്കിൽ എവിടുന്നേലും ഒപ്പിക്കച്ച, അമ്മ ചോദിച്ചിട്ടും തന്നില്ല, ക്യാ അമ്മയ നിങ്ങളും മോശം തന്നെ ഇങ്ങനെ പോയാൽ, അച്ഛൻ്റെ അമ്മേ നിങ്ങളുടെ കയ്യിലുണ്ടോ പെൻഷൻ കിട്ടിയ ചില്ലറ വല്ലതും കാണൂലേ. ഈ പാട്ട് 2018 ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതിപ്പോൾ ഹിറ്റാവാൻ കാരണം എന്താണ്? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്ന വൈറൽ പാട്ട് ആണ് ഞാൻ ഇപ്പോൾ പാടിയത്. ആദ്യം പാടിയത് ഒറിജിനൽ പാട്ടാണ്, ഇതിൻ്റെ കന്നഡ വേർഷൻ, തെലുങ്ക് വേർഷൻ. അപ്പോൾ ഒറിജിനൽ ഇറങ്ങിയിരിക്കുന്നത് തെലുങ്കിലാണ്. ഗീതാ ഗോവിന്ദൻ എന്ന് പറഞ്ഞ മൂവി 2018 ഇറങ്ങിയതാണ്. സംഗീതം വന്നിട്ട് നമ്മുടെ മലയാളിയായ ഗോപിസുന്ദരാണ്. ലിറിക്സ് ബൈ മണി. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് രാസ്മിക മഡോണയാണ്. രാസ്മിക മഡോണ കന്നഡയും അതിലെ ഹീറോ തെലുങ്കുമാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ഒരു സോങ്ങാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ആ സോങ് ഹിറ്റാവുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനാലിസിസ് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ പാട്ടിനെ കുറിച്ചിട്ടോ. 2018 ഇത് ഇറങ്ങിയതും ഞാൻ ഇത് കേൾക്കാനിട വന്നത് ഇവിടെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പാട്ട് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ റിതവും അതിൻ്റെ ആ ഒരു മ്യൂസിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഞാൻ മനസ്സിലിങ്ങനെ മൂളി നടന്നു. പിന്നെ അത് മറന്നുപോയി. പിന്നെ എപ്പോഴോ എവിടെയോ കേട്ടപ്പോൾ പിന്നെയും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ വേഗം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ നമ്മുടെ മലയാളിയാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ കേരളത്തിൽ അതങ്ങനെ അപ്റ്റായിട്ടില്ല എന്ന് എനിക്കൊരു തോന്നൽ വന്നു. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ എൻ്റെ സ്റ്റേറ്റസിലൊക്കെ ഈ പാട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരുന്നു. പക്ഷേ എനിക്കെന്തോ തോന്നിയത്, ഗോപിസുന്ദർ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത ഈ സോങ് ഓൾറെഡി കേരളത്തിൽ ഹിറ്റായത് അതിന് ശേഷമാണ് ഈ ഒരു പാരഡി ഇറങ്ങുന്നതെങ്കിൽ ഇതിന് ഇത്രയ്ക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതൊരു കാര്യവും ഫസ്റ്റ് ഇറങ്ങുന്ന ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടില്ല പാർട്ട് 2 ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരഡി ഇറങ്ങുമ്പോൾ. ഒറിജിനലിനാണ് എപ്പോഴും വാല്യൂ ഉള്ളതല്ലേ. അതുപോലെയാണല്ലോ നമ്മുടെ ദൃശ്യം മൂവി ആയാലും ഏതൊരു മൂവി ആയാലും സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. പക്ഷേ ഇത് കേരളത്തിലധികം ആൾക്കാർ ഇത് കേട്ടറിവില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ഈ പാരഡി ഇറക്കിയപ്പോൾ പെട്ടെന്ന് ആൾക്കാരിൽ അത് ഫസ്റ്റ് ടൈമായിട്ടാണ് അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ റിതവും അതിൻ്റെ മ്യൂസിക്കുമാണ് ഫസ്റ്റ് അവരെ അട്രാക്റ്റ് ചെയ്തത്. സെക്കൻഡ്, ഈ പാടിയ ഗായകൻ്റെ സൗണ്ട്, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഉദിത് നാരായണൻ്റെയൊക്കെ ശബ്ദം പോലെയാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, ആ പാട്ടിൽ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ, വെറുതെ ഒരു മലയാളം പാട്ട് ട്യൂൺ പാടുന്ന പോലെയല്ല അദ്ദേഹം പാടിയത്. അതിന് ഒരു പ്രത്യേക മലയാളം അറിയാത്ത ഒരാൾ പാടുന്ന രീതിയിലൊക്കെ ആ ഒരു സോങ്ങിന് ബ്യൂട്ടി കൂടി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു സോങ് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ടൈം അവരുടെ മൈൻഡിലേക്ക് അട്രാക്റ്റ് ചെയ്തത് എന്തായാലും അതിൻ്റെ മ്യൂസിക് തന്നെയാണ്. സെക്കൻഡ്, ഈ പാടിയ ആളുടെ ശബ്ദം. ഒറിജിനലായിട്ട് പാടിയിരിക്കുന്നത് തമിഴ് ഗായകനാണ് സിദ് ശ്രീറാം. സിദ് ശ്രീറാമിനെ അറിയാമല്ലോ, അദ്ദേഹം ഭയങ്കര വലിയൊരു മ്യൂസീഷ്യനാണ്. അപ്പോൾ അൺകമ്പയറബിൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇദ്ദേഹം നമ്മുടെ മലയാളത്തിൽ പാടിയ അസലായിട്ട് പാടിയിട്ടുണ്ട്. നല്ലൊരു ശബ്ദം, മെയിനായിട്ട് അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ലൊരു ശബ്ദമാണ്. നമ്മൾ പണ്ട് ഉദിത് നാരായണനൊക്കെ ഇവിടെ വന്നിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മൂവിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. കാവ്യമാധവനും നമ്മുടെ ദിലീപാണ് സോങ്ങിലും തോന്നുന്നു. മുന്തിരി പടം പൂത്ത് നിൽക്കണ പാടും ഒരു പാട്ടുണ്ടല്ലോ, ഞാനത് സെർച്ച് നോക്കിയിട്ടില്ല കേട്ടോ, പെട്ടെന്ന് മൈൻഡിൽ നിന്ന് വന്നുകൊണ്ട് പറയുകയാണ്. ആ ഒരു പാട്ട് ഉദിത് നാരായണൻ പാടി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് എടുക്കാൻ കാരണം, ഒരു മലയാളി അല്ലാത്ത ഒരാൾ മലയാളം പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അതിലൊരു സംതിങ്, ഒരു പ്രത്യേക ഫീലാണ്, ഒരു പ്ലസൻറ്റ് ഫീൽ പോലെയാണ് അതിൽ. നമുക്ക് ഒരു സന്തോഷം, നമുക്ക് അറിയാണ്ട് തന്നെ നമുക്കൊരു ഫേസിൽ ഒരു സ്മൈൽ വന്നു പോകും. ആ ഒരു ഫീല് ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ ചോദിച്ചിട്ടും തന്നില്ല ക്യാ അമ്മയാ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഇവിടെ അമ്മ ചോദിച്ചിട്ടും തന്നില്ല ക്യാ അമ്മയാ നിങ്ങളും മോശം തന്നെ ഇങ്ങനെ പോയാൽ എന്ന് പാടുമ്പോൾ അതിൻ്റെ ഒരു മോഡുലേഷൻ കുറച്ച് ഡിഫറെൻ്റാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റായിട്ട് തോന്നുമ്പോൾ, നമുക്ക് യുണീക്കായിട്ട് തോന്നുമ്പോൾ, നമുക്ക് പുതിയതായിട്ട് തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്യും അല്ലേ. എനിക്കങ്ങനെയാണ് തോന്നിയത്. പാരഡിയിലെ ലിറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ നല്ലൊരു കോൺസെപ്റ്റാണ്. അതായത് നല്ലൊരു തീമായിരുന്നു. അച്ഛനോട് പൈസ ചോദിക്കുന്നത് അമ്മ ചോദിച്ചിട്ട് തന്നില്ല എന്നൊക്കെ പറയണതൊക്കെ ഒരു രസമായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി.
അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനാലിസിസാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എപ്പോഴും ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഹിറ്റാവാണ്ടിരുന്ന ഈ ഒരു പാട്ട്, അതായത് തെല്ല തെല്ല വാരെ വിലുക്കു രേഖല എന്നുള്ള ഈ പാട്ട് മലയാളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ഗോപി സുന്ദറാണ്. അത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഋതത്തിലാണ് അത് നന്നായിട്ട് അവരുടെ ഇതിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന തരത്തിൽ മ്യൂസിക് ഡയറക്ഷനൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നല്ലൊരു ടാലൻറ്റ് തന്നെയല്ലേ. അപ്പോൾ അവിടെ നല്ല ഹിറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴും കേരളത്തിൽ അത്ര ഒരു ഒരു നോട്ടീസ് ചെയ്തില്ല, അക്സെപ്റ്റൻസ് കിട്ടിയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ നോട്ടീസ് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആ സോങ് ഹിറ്റായിരിക്കണതും വൈറലായിരിക്കണതും. എന്നെ സംബന്ധിച്ചോളം അത് ഹിറ്റായതും വൈറലായതും അതിൻ്റെ ആ ഒരു മ്യൂസിക് തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിൻ്റെ മ്യൂസിക്കാണ് മെയിനായിട്ട് ഇത്രയും ഹിറ്റാക്കിയതും പിന്നെ ഈ പാടിയ ആളുടെ ആ ഒരു ശബ്ദം. എന്തായാലും ഇനിയും നമ്മുടെ മലയാളം മൂവീസിൽ ഉദിത് നാരായണ പോലുള്ളവരെ കൊണ്ടുവന്നിട്ട് മലയാളം അറിയാത്തവരാണ് മലയാളം പാടുന്ന മാതിരിയൊക്കെ ഉള്ള സോങ്സൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിനെ യൂസ് ചെയ്യാം എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്ര നന്നായിട്ട് നല്ലൊരു ശബ്ദം. ഞാൻ അദ്ദേഹത്തിൻ്റെ വേറെ 1-2 പാട്ടുകൾ വടക്കൻ ഡയറീസ് എന്നാണ് ചാനലിൻ്റെ പേര്, പോയി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ശബ്ദത്തിൻ്റെ ഉടമയാണെന്ന് മനസ്സിലായി. ഏതായാലും എൻ്റെ ഒരു അനാലിസിസ് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടും പിന്നെ ഈ പാട്ടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഒന്ന് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. దేవదేవుడే పంపగా ఇలా దేవదే మా ఇంత అడుగే పెట్టినంద బ్రహ్మ కళ్ళలో కాంతులే మా అమ్మల మా కోసం మళ్ళీ లాలి పడినంత వచ్చిండమ్మ వచ్చిండమ్మ ఏ దూరదు వీపమ్మ.